കൂടെ അഭിനയിക്കുന്ന പെണ്ണുങ്ങളെ മൊത്തം തുണിയിലാണ്ട് കിട്ടുന്നവന്. അതാണ് എന്റെ പേര് പരിപാടി. ഞാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ സോറി പറയണം. സാറില്ല പുള്ളിങ്ങനെ പറയാൻ പാടില്ല. സോറി വരൂ. അറിയോ? ഓക്കെ ഇല്ല, ഈ മോശം ഓക്കെ എന്നാ അല്ലേ? ഉള്ള നാണക്കേട് മൊത്തം എനിക്ക് ഉണ്ടാക്കി പട്ടികളെ പോലെ ഞാൻ മൈര നീ ഒറ്റത്തിനാണ്. അടിപൊളിയാവട്ടെ, കളറാവട്ടെ, ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ. കളിയാക്കുന്ന ആൾക്കാരോട് പിന്നെ അണ്ണൻ കൊടുത്തതാ കോമാളിയല്ല, ഇപ്പൊ കോമാളിയല്ല. ഇപ്പൊ നമ്മള് കോമാളിത്തരം എന്താണെന്ന് ആൾക്കാർ പറയാറില്ല. മോഡൽസ് ആയിട്ടുള്ള ആൾക്കാർ പൈസ കൊടുക്കും. 40 വയസ്സുള്ളല്ലേ? പൈസ ഉണ്ടെങ്കിൽ ലോകത്തൊന്നും നടക്കും. ഇപ്പൊ നമുക്ക് ഒരുപാട് ആദ്യ രാത്രി അനാവശ്യമായിട്ട് കേസിനെ പറ്റി പറയണോ? ട്രാൻസ്ജെൻഡറിന്റെ കേസിനെ പറ്റി പറയാൻ ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അലൻ ജോസ് പെരേരയെ പറ്റി പറയാനാണ് എത്തിയിട്ടുള്ളത്. അലൻ ജോസ് പെരേരയ്ക്ക് സ്വന്തമായിട്ട് AJP എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ AJPയുടെ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. വഷളത്തരം അല്ലെ കോമാളിത്തരം, സ്വന്തമായി ഇമേജ് തകർക്കുന്ന രീതിയിൽ കൂടെ നിൽക്കുന്നവർ തന്നെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും ഇവരൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്ന പോലെ ആണ് പലപ്പോഴും തെറി പറയുന്നതും അടി കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. കൂടെയുള്ളവർ തന്നെ സ്ക്രിപ്റ്റഡ് ആയിട്ട് പല പരിപാടികളും ചെയ്യുന്നു. പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ തെറി പറയുന്ന രീതിയിലുമുള്ള വീഡിയോസ് പലപ്പോഴായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം കുറച്ച് വൈറലാവാൻ വേണ്ടി അവർ തന്നെ അങ്ങനെയുള്ള കണ്ടന്റുകളുമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാലും ഇപ്പം നടന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആറാട്ടണ്ണൻ, അതായത് സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തിയുടെ പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞിട്ട് അലൻ ജോസ് പെരേരയെ ഇൻവൈറ്റ് ചെയ്ത ആ ഒരു പരിപാടിയിൽ നടന്നിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണ്. ശരിക്കും ഇത് ഇവർ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് തന്നെയാണ് പലപ്പോഴും തോന്നിയത്. കാരണം സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറാട്ടണ്ണൻ പലപ്പോഴും ചിരിച്ചു തന്നെയാണ് ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയും സീരിയസ് ആയിട്ട് അടി നടക്കുമ്പോഴും അദ്ദേഹം ചിരിക്കുകയാണ്. ഇവർ കരുതി കൂട്ടി അലൻ ജോസ് പെരേരയെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതുപോലെ അല്ലെങ്കിൽ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെ? ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണനയെങ്കിലും കൊടുത്തൂടെ? സത്യത്തിൽ പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. ഇത്രത്തോളം ആ മനുഷ്യനെ എന്തിനിങ്ങനെ കളിയാക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമാളി വേഷം കെട്ടിക്കുന്നു എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും അലൻ ജോസ് പെരേരയ്ക്ക് തന്നെ കുറച്ച് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി കല്യാണ വീടുകളിൽ പോയി വിഷ് ചെയ്യുന്നതും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ നിർത്തുകയാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരം വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം ഒരു വെഡ്ഡിങ് ഫംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഈ ഒരു മനുഷ്യൻ ചെല്ലുന്നത് തന്നെ വളരെ കോമഡി ആയിട്ടാണ് അവരെടുക്കുന്നത്. ചെക്കനും പെണ്ണും ഒക്കെ ഓടി മറയുന്നതായിട്ട് പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരാളെ കളിയാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അയാളെ വിളിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു ബർത്ത്ഡേ വീഡിയോ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അയാളുടെ ഇമേജ് തകർക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ തന്നെയാണ് ഉള്ളത്. കൂടെ അഭിനയിക്കുന്നവരെ കുറ്റം പറഞ്ഞതും അല്ലെങ്കിൽ കളറ് പറഞ്ഞ് അധിക്ഷേപിച്ചതും അല്ലെങ്കിൽ കൂടെ കിടക്കണം എന്ന് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പലരും അലൻ ജോസ് പെരേരയ്ക്ക് നേരെ നീട്ടുന്ന ചോദ്യങ്ങൾ. എന്തായാലും വളരെ മോശമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അല്ലെങ്കിൽ അതൊരു വെറും ഒരു കണ്ടന്റിന് വേണ്ടി മാത്രമായിട്ടാണ് AJP ഈ ഒരു വിധത്തിലേക്ക് ആ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുള്ളതെങ്കിൽ വളരെ മോശം എന്ന് വേണം പറയാനായിട്ട്. അലൻ ജോസ് പെരേര എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ് എന്നെങ്കിലും നിങ്ങൾ ആലോചിക്കുക. മിണ്ടാപ്രാണിയെ ദ്രോഹിക്കുന്ന പോലെയാണ് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം AJP ഒരിക്കലും പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ തിരിച്ചൊരടി പോലും കൊടുക്കില്ല എന്നുള്ള 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അദ്ദേഹത്തിന്. നമുക്ക് പല വീഡിയോസും കാണുമ്പോൾ തോന്നുന്നത് തന്നെയാണ് ശരിക്കും ഒരു മിണ്ടാപ്രാണിയെ പോലെ തന്നെ അല്ലെങ്കിൽ പ്രതികരിക്കാതെ അയാൾ ഓടി മറയുകയാണ് പല വീഡിയോസിലും ചെയ്യുന്നത്. അതവർ മുതലെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. കൂടെ നിൽക്കുന്നവനെ ഇങ്ങനെയൊന്നും ചതിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.